ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവർ, പ്രഭാതം ദൈവം നമ്മൾക്കായി ഒരുക്കിയിരിക്കുകയാണ്. ദൈവികമായ സ്നേഹം അനുഭവിച്ചും സ്നേഹം പങ്കുവച്ചും സ്നേഹത്തെ പടുത്തുയർത്തിയും ജീവിക്കുവാൻ ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-ാം തിരുവചനം നമ്മളെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: ഞാൻ നിങ്ങൾക്ക് പുതിയ ഒരു കൽപ്പന നൽകുന്നു. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾ പരസ്പരം സ്നേഹിച്ചാൽ നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് ലോകം അറിയും. പ്രൈസ് ദി ലോർഡ്. ആദ്യമായി പറയുന്നത് പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെയാണ് സ്നേഹിക്കുക? ഒരുവൻ്റെ ആവശ്യത്തിൽ നമ്മൾ സഹകരിക്കുമ്പോൾ നമ്മൾ ആ വ്യക്തിയെ സ്നേഹിക്കുകയാണ്. ഒരു വ്യക്തിയുടെ തളർച്ചയിൽ അവനെ കരം പിടിച്ച് ഉയർത്തുമ്പോൾ നാം ആ വ്യക്തിയെ സ്നേഹിക്കുകയാണ്. ജീവിതത്തിൽ ക്ലേശപ്പെടുത്തുന്നവർക്ക്, ക്ലേശം അനുഭവിക്കുന്നവരെ സാന്ത്വനത്തിൻ്റെ വാക്കുകൾ കൊണ്ട്, പറ്റുന്ന സഹായത്തിലൂടെ അവരെ മനസ്സിന് ഉണർവ് കൊടുക്കുന്നുണ്ടെങ്കിൽ നാം ആ വ്യക്തിയെ സഹായിക്കുകയാണ്. പലവിധ സഹായങ്ങളുണ്ട്. പ്രാർത്ഥനയിലൂടെ ആ വ്യക്തി പറയാതെ തന്നെ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാം ആ വ്യക്തിയെ സഹായിക്കുകയാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ പടുത്തുയർത്തുവാൻ നമ്മൾ ശ്രദ്ധിക്കും. ജെറമ്യാ പ്രവാചകനിലൂടെ അവിടുന്ന് അരുളിച്ചെയ്യുന്നുണ്ട്: ഇടിച്ചു തകർക്കുവാനും പണിതുയർത്തുവാനും പിഴുതെറിയുവാനും നട്ടുപിടിപ്പിക്കുവാനും. അതെ, തിന്മയായിട്ടുള്ളവയെ പിഴുതെറിയുവാൻ. നിന്നിൽ കൊടികൊണ്ടിരിക്കുന്ന തിന്മയുടെ അരൂപിയുടെ പ്രവർത്തനങ്ങൾ മൂലമുണ്ടാകുന്ന ചില ദോഷമായ പ്രവൃത്തികളുണ്ടെങ്കിൽ അവയെ ഇടിച്ചു തകർക്കണം. എന്നിട്ടോ നന്മയിലൂടെ കൈപിടിച്ചുയർത്തുവാൻ, സന്മാർഗത്തിലൂടെ കൈപിടിച്ചുയർത്തുവാൻ നമ്മൾ കരം കൊടുക്കണം. അവന് ഉണരണം. അതാണ് പറയുന്നത്, നട്ടുപിടിപ്പിക്കുക. അതുപോലെ തന്നെ പണിതുയർത്തുക. അതെ, സഭയിലേക്ക് അവന് പണിതുയർത്തണം. ദൈവവിശ്വാസത്തിലേക്ക് അവന് പണിതുയർത്തണം. സ്നേഹമുള്ളവരെ, നമ്മൾ അപ്രകാരം ചെയ്യുമ്പോഴാണ് നമ്മൾ ഈശോയുടെ ശിഷ്യന്മാരാണെന്ന് ലോകം അറിയുന്നത്. നവീകരണ അനുഭവത്തിൽ കടന്നു വന്ന വ്യക്തികൾ ഇപ്പോഴും ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും കുദാശകളിൽ സജീവമായി പങ്കെടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ സ്നേഹം വറ്റിപ്പോയോ എന്ന് സ്വയം തിരിഞ്ഞു നോക്കുക. ഉപ്പ് ഉറകെട്ട് പോയാൽ അവയെ വലിച്ചെറിയല്ലാതെ മറ്റൊന്നിനും കൊള്ളില്ല. എൻ്റെ ഉള്ളിലെ സ്നേഹം തണുത്തുപോയോ ഉറകെട്ടുപോയോ? അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിലൂടെ ദൈവം നമ്മുടെ അരുളി ചെയ്യുന്നത്: നീ ഉണർന്നെഴുന്നേൽക്കണം. നീ ചൂടോ തണുപ്പോ ഉള്ളവനല്ല. ഒന്നുമില്ലെങ്കിൽ നീ ചൂടായിരിക്കുക, എങ്കിൽ നിനക്ക് ഉണർന്ന് പ്രവർത്തിക്കാൻ പറ്റും. തണുപ്പായിരുന്നാലും ആ തണുപ്പിനെ നമുക്ക് ചൂട് പിടിപ്പിക്കാൻ സാധിക്കും. ഈ മന്ദോഷണ അവസ്ഥയിലാകിയാൽ, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ലാത്ത അവസ്ഥയിലാകിയാൽ വായിൽ നിന്ന് തുപ്പിക്കളയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. സ്നേഹമുള്ളവരെ, തണുത്തിരിക്കുന്നവർ ഉണരുവാൻ, പ്രശോഭിക്കുവാൻ വേണ്ടി ഒന്ന് തയ്യാറാവുക. പ്രശോഭിക്കുന്നവർ മറ്റുള്ളവരെയും പ്രശോഭിക്കുവാൻ വേണ്ടി തയ്യാറാവുക. രണ്ടുമല്ലാത്ത അവസ്ഥയിലായിരിക്കുന്നവരെ സ്നേഹത്തിലൂടെ, സാന്ത്വനത്തിലൂടെ കരങ്ങൾ കൊടുത്ത് അവനെ ചൂടുള്ളതാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കണം. ഒരു വ്യക്തിയുടെ ആവശ്യം നമ്മളോട് പറയുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവരുടെ ആവശ്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ആ സമയത്ത് തന്നെ അവരുടെ ആവശ്യങ്ങൾ നമ്മുടെ ഈശോയുടെ പക്കലേക്ക് ഉയർത്തണം. ഈശോയെ, ഇവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കണമേ. ഒരുപക്ഷെ അവർക്ക് ദൈവികമായ സന്ദേശങ്ങൾ ലഭിച്ചെന്നിരിക്കും. അത് പടുത്തുയർത്തുന്ന സന്ദേശമാണെങ്കിൽ തീർച്ചയായും പറയുന്ന കാര്യത്തിൽ മടിക്കരുത്. അത് ചില കാര്യങ്ങൾ അത് തകർത്ത് കളയേണ്ടതാണെങ്കിൽ, പിഴുതെറിയേണ്ടതാണെങ്കിൽ അതും സാവധാനത്തിൽ സാന്ത്വനത്തോടു കൂടി ആ വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കണം. എന്നിട്ട് അകറ്റി നിർത്താതെ ചേർത്ത് പിടിക്കണം. ചേർത്ത് പിടിച്ചുയർത്തുവാൻ
നമുക്ക് ശ്രദ്ധിക്കാം. അനേകർ സ്നേഹമാണ്, കാണുമ്പോൾ ഹൈ ബൈ പറയും, പ്രൈസ് ലോർഡ് പറയും, പക്ഷേ ഉള്ളങ്ങൾ ഒന്ന് പങ്കുവെക്കുവാൻ തയ്യാറാകുന്നില്ല. അനേകർ നിരാശയിലാണ്, അവരൊന്ന് ചേർത്ത് പിടിക്കുവാൻ പോലും പലർക്കും സാധിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, നമ്മുടെ വർഷങ്ങൾ ഈ വർഷം ദൈവവചനത്തിൻ്റെ വർഷമായിട്ട് മാർപ്പാപ്പ നമ്മോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. നവീനാനുഭവത്തിലുള്ളവരെല്ലാം നെയ്യാറ്റിൻകര മുതൽ കാസർഗോഡ് വരെയുള്ള നവീന മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളും ഉണർന്നെഴുന്നേൽക്കുകയാണ്. ദൈവവചനത്തിൽ നിലനിന്നവരും ദൈവവചനം പ്രഘോഷിക്കപ്പെട്ടവരും ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിച്ചവർക്കുമെല്ലാം ഉണർവിൻ്റെ ഒരു പ്രത്യാശയുമായിട്ട് ഇതാ ഒരു ജാഥ കടന്നു പോവുകയാണ്. അതിലേക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊന്ന് ഉണർത്താം. പഴയ കാലങ്ങളെ ഒന്ന് ഉണർത്തി, ഒന്ന് ചേർത്ത് നിർത്തി, പുതിയ തലമുറകളോടും ചേർന്ന് നിന്നുകൊണ്ട് മുന്നേറുവാൻ വേണ്ടി പരിശ്രമിക്കാം. ദൈവം നമ്മളേവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹം ഉറകെട്ടു പോകാതെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ, നിറയുവാൻ, ഉണർന്ന് പ്രശോഭിക്കുവാൻ ഇടവരുത്തണമെന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.